അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്കും അൽഹംദുലില്ലാ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഒരു 4 ആൾ അച്ഛനും അമ്മയും 2-3 മക്കളും ഒക്കെ ആത്മഹത്യ ചെയ്തല്ല പുഴയിൽ ചാടിയിട്ട്. ആ കാര്യങ്ങളാണ് നമ്മളെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരുപാട് ചാരിറ്റികളും ഒരുപാട് നന്മ ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുടുംബം മൊത്തം ആത്മഹത്യയിലേക്ക് പോകുമ്പോഴും അത് നമ്മുടെ ഇത്രയും നാട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന സോഷ്യൽ മീഡിയയിലുള്ള നമ്മളുടെ ജനങ്ങളിൽ അല്ലെങ്കിൽ നമ്മളെ മീഡിയേറ്റർമാരുടെ കണ്ണിൽ അത് പെടാത്തത് എന്തുകൊണ്ടാണ്? പാവല്ലേ. കാരണം നമ്മളെ അടുത്തു കൂടി ഒന്നല്ല, ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് അമ്മയും അച്ഛനും മക്കളും എല്ലാം പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ അവർക്ക് ആഹാരത്തിനും കിടക്കാൻ വീടില്ലാഞ്ഞിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ കുടുംബത്തിലുണ്ട്. എത്രയോ കുടുംബത്തിൽ ആഹാരങ്ങൾ വലിച്ചെറിയുന്നുണ്ട്, വീട് റൂമുകൾ അടച്ചിട്ട് സൗകര്യം കൂടുതലായിട്ട് ഇരിക്കുന്ന വീടുകളുണ്ട്. പക്ഷേ ഇരിക്കാനൊരു വീടില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, സ്വന്തം മക്കളെ എടുത്ത് പുഴയെ ചാടി ആത്മഹത്യ ചെയ്യേണ്ട ഗതിയിലേക്കുള്ള കുടുംബങ്ങൾ ഇന്നും നമ്മളെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നതെന്ന് അറിയുമ്പോൾ കഷ്ടം തോന്നുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയോ ആരൊക്കെയൊക്കെയോ പറ്റി എന്തെല്ലാം സത്യങ്ങൾ തെളിവാക്കാൻ നമ്മൾ നടക്കുന്ന നമുക്ക് ഇതുപോലെയുള്ള പാവങ്ങളെ സഹായിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഇങ്ങനത്തെ പാവങ്ങളെ രക്ഷിക്കുകയാണെങ്കിൽ, പടച്ചോൻ ഭാഗത്തുനിന്ന് ഇന്ന് നമ്മളൊരു നന്മ ചെയ്താൽ നാളെ ആ നന്മ നമ്മളെ മക്കളിലേക്ക് വന്നു ചേരും. നമ്മളിലേക്ക് ചേർന്നിട്ടില്ലെങ്കിൽ നമ്മളെ മക്കളിലേക്ക് വന്നു ചേരും. ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ അത്രയും ഒരു കുടുംബം മൊത്തം ആത്മഹത്യയിലേക്ക് പോയിട്ടും ഒരു നാട്ടുകാരും അറിഞ്ഞില്ല, ഒരു പത്രക്കാരും അറിഞ്ഞില്ല, ഒരു സോഷ്യൽ മീഡിയക്കാരും അറിഞ്ഞില്ല. CCTV നോക്കുമ്പോൾ അതിൽ കാണുന്നുണ്ട്, അവർ ഒരു ഹോട്ടലിൽ നിന്ന് ചായ കുടിച്ച് ഇറങ്ങി അവർ റോഡിലേക്ക് ഒരു പെൺകുട്ടി അതിൽ തുള്ളിച്ചാടി ഓടുന്നുണ്ട്. ഒരു മുത്തുമണി, ഒരു 10 വയസ്സ് 9 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ളൊരു കുട്ടി. അവൾക്കറിയില്ല അച്ഛനും അമ്മയും എന്നെ മരണത്തിലേക്കാണ് ഈ കൊണ്ടുപോകണമെന്നുള്ള അവൾക്കറിയില്ല. പക്ഷേ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് അവരെയൊക്കെ എടുത്ത് പുഴയിലേക്കിട്ട് അച്ഛനും അമ്മയും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത് 2-3 ദിവസങ്ങളായിട്ടാണ് അവറ്റങ്ങളെ മൃതദേഹം കിട്ടിയത്. എത്രയോ ആളുകൾ സഹായിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ട? ചില മനുഷ്യന്മാർക്ക് പേടിയുണ്ടാവും. കാരണം എന്താണെന്നറിയോ, സത്യസന്ധമായിട്ടാണ് അവരെ സഹായം ചോദിക്കുന്നതെങ്കിലും കൂടിയിട്ട് ഇതും നാളെ പ്രശ്നങ്ങളാകുമോ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാർ ഒരുപാടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള ഒരു മനുഷ്യനോട് പോയി കൈ നീട്ടേണ്ട നാണക്കേട്, മാനം പോകുമല്ലോ, അതിനേക്കാൾ മരണമാണ് നല്ലത് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാരും നമ്മളെ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ ആ മനുഷ്യന്മാർക്ക് ഇത്രയൊന്നും ഒരു അവസ്ഥ വരില്ല, കുടുംബത്തോട് ആത്മഹത്യ ചെയ്യേണ്ട ഗതി വരില്ല. ഇവരൊക്കെ അടുത്തും അയലോക്കത്ത് കൂടെ ആൾക്കാരുണ്ടാവില്ലേ? ഒന്ന് അന്വേഷിച്ചുകൂടെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ? അവരെ നമ്മളെ കൊണ്ട് പറ്റുന്നെങ്കിൽ നമ്മൾ പറ്റുന്നവരിലേക്കൊന്ന് എത്തിച്ചു കൊടുത്താൽ മതി. ആ മക്കളും ആ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലായിരുന്നു. പക്ഷെ അതിനൊന്നും നമ്മൾക്ക് നേരമില്ല. എവിടെയാണ് പാവപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നത്? ഇന്നും തെങ്ങിൻ്റെയും കഴുങ്ങിൻ്റെയും പട്ടകൾ വെട്ടിക്കൊണ്ടുവന്നിട്ട് കുത്തി നിർത്തി മറച്ച് പ്ലാസ്റ്റിക് കവറ് മേലെയിട്ട് വീട് അവരുടെ കൊട്ടാരമായി ആ വീടിനെ കണക്കാക്കി ആ വീട്ടിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ ഒരുപാടുണ്ട്. അവരുടെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കാനോ പറയാനോ, അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നമ്മൾക്ക് വരുമാനമാണ്, അവർക്കും വരുമാനമാണ്. അതിനൊന്നും ആരും മുതിരുന്നില്ല. എനിക്കതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ചെയ്തേനെ. പക്ഷേ എനിക്കതിനുള്ള സൗകര്യങ്ങളില്ല. കാരണം എന്താ വെച്ചെങ്കിൽ എൻ്റെ കാക്കു കൂലിപ്പണിക്ക് പോയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ആ കൂലിപ്പണി തന്നെ എപ്പോഴെങ്കിലും ഉള്ള പണികളാണ്, സ്ഥിരമായിട്ടൊരു തൊഴിൽ എൻ്റെ കാക്കുവിനില്ല. അതേമാതിരി നമുക്കിത് തിരഞ്ഞു പിടിച്ച് പോകാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ചട്ടി കമത്തി വയ്ക്കും. ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ തേടി ഇറങ്ങി എവിടെയാണ് എന്താണെന്ന് അന്വേഷിക്കാനും പിടിക്കാനും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചൊക്കെ പറയണമെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിനുള്ളതിലെങ്കിൽ അവർക്ക് വാങ്ങിക്കൊടുക്കണം. ഇത് സോഷ്യൽ മീഡിയയിൽ ഇടണം. സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ തന്നെ മറ്റുള്ളവർ പറയുന്നത് എന്തായിരിക്കും?
ചാരിറ്റി നടത്തി പറ്റിക്കുകയാണെന്ന് പറയും. അപ്പം നല്ലത് ചെയ്യാനും ഇന്നത്തെ അള്ളാൻ്റെ ദുനിയാവിൽ നമ്മൾ പേടിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അത് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ നമ്മളെ സോഷ്യൽ മീഡിയയിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കൺമുമ്പിൽ ഇവരെത്തിപ്പെട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു കുടുംബം മൊത്തത്തിലായിട്ട് ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. അങ്ങനെ എത്ര കുടുംബം നിവൃത്തികേടുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, ബാങ്ക് ജപ്തിയായിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, കുടുംബ പ്രശ്നമായിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അള്ളാൻ്റെ ദുനിയാവിൽ ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മറ്റേ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരോട് പറയാനുള്ള ഇതേപോലെ തീരെ നിവൃത്തിയില്ലാതെ ജീവിക്കാൻ ഒരു വഴിയില്ലാതെ ഇരിക്കുന്നവരെ ഒക്കെ ഒന്നെടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അവരെ കൈപൊക്കി വന്നിരുന്നെങ്കിൽ, അവർക്ക് ഇരിക്കാനൊരു വീടും ആക്കി കൊടുത്തിരുന്നെങ്കിൽ കുടുംബത്തോടു കൂടി ആ അച്ഛനും അമ്മയും ആ മക്കളും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. ഒരു നിവൃത്തിയും ഇല്ലാത്ത ഘട്ടത്തിലാണല്ലോ, മറ്റൊരു പിടിവള്ളിയും ഇല്ല എന്നുള്ള ബോധ്യം വരുമ്പോഴാണല്ലോ ആത്മഹത്യയിലേക്ക് പോകുന്നത്. സഹായത്തിന് ആരുമില്ല, നമ്മൾക്കിനി ആരുമില്ല, നമ്മൾക്കിനി മരണമല്ലാതെ മുന്നിൽ വേറൊരു വഴിയില്ല എന്ന് തോന്നുമ്പോഴാണല്ലോ ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നെടുത്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൂടെ? എൻ്റെ ഒരു ചോദ്യമാണ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അസ്സലാമു അലൈക്കും. വീണ്ടും കാണാം.